ഓക്കെ, ഇന്ന് നമുക്ക് കവർ ചെയ്യാനുള്ളത് W3 സ്കൂളിലെ CSS ഫ്ലെക്സ് ഐറ്റംസ് എന്നുള്ള ടോപ്പിക്കും CSS ഫ്ലെക്സ് റെസ്പോൺസീവും പിന്നെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അത് ഈ 3 ടോപ്പിക്കാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫ്ലെക്സ് ബോക്സിൻ്റെ കുറച്ച് ഇത് പഠിച്ചിട്ടുണ്ട്, അതായത് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ടാസ്ക് ഞാൻ തന്നിട്ടുണ്ട്. ആ ടാസ്കിൽ നിങ്ങൾ മാക്സിമം ഈ പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്യുക, മാക്സിമം അത് ചെയ്യാൻ നോക്കുക. അത് അത്ര കൺഫ്യൂസിങ് ഒന്നും ആവില്ല. മേ ബി കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ടേക്കപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, ആ ഒരു കേസ് നോക്കുക. നമുക്കിനി അടുത്ത വരുന്നത് CSS ഫ്ലെക്സ് ഐറ്റംസ് എന്നുള്ളതാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ CSSന് നമ്മളെ ഫ്ലെക്സ് ബോക്സിനകത്ത് കിടക്കുന്ന ഐറ്റംസ് അതിൻ്റെ സൈസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് CSS ഫ്ലെക്സ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിൽ മെയിനായിട്ട് അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇത് ബേസിക്കായിട്ട് നമുക്കറിയാം. 4 എലമെൻറ്റ് കൊടുത്തപ്പോൾ അതിൽ കുറച്ച് ഹൈറ്റും മാർജിനും പാഡിങ്ങും ഒക്കെ കൊടുത്തപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വരും. ഓക്കെ, നമുക്ക് ഇനി ഇതിനെ റീസൈസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ചെറുതാവുന്നുണ്ട് അല്ലേ, ഒരു ലിമിറ്റ് വരെ ചെറുതാവുന്നുണ്ട്, പിന്നെ അതവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടി ആൾട്ടർ ചെയ്യുന്നൊരു പോർഷനാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് ദ ഫ്ലെക്സ് ഐറ്റം പ്രോപ്പർട്ടീസ് ആർ ഓർഡർ, ഫ്ലെക്സ് ഗ്രോ, ഫ്ലെക്സ് ഷ്രിങ്ക്, ഫ്ലെക്സ് ബേസിസ്, ഫ്ലെക്സ് അലൈൻ സെൽഫ്. ഇതിൽ ഒട്ടുമിക്ക ടൈമിലും വല്ലാണ്ട് നമുക്ക് യൂസേജ് വരുന്ന ഒരു പ്രോപ്പർട്ടി ഈ ഫ്ലെക്സ് ഗ്രോ എന്നുള്ളതാണ്. ബാക്കിയൊന്നും വല്ലാണ്ട് യൂസ് ചെയ്യലില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഫ്ലെക്സ് ഗ്രോ എന്നുള്ളത് തന്നെയാണ് കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ലേഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ സൈസിനൊക്കെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെക്സ് ഗ്രോ യൂസ് ചെയ്യും, പിന്നെ പാഡിങ്ങും മാർജിനൊക്കെയാണ് യൂസ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊന്നും വല്ലാണ്ട് അങ്ങനെ യൂസേജ് വന്നിട്ടില്ല. അങ്ങനെ യൂസ് ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർഡർ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ഇതിൽ വരുന്ന പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് വൺ ഓർഡർ, ഫ്ലെക്സ് ഗ്രോ, ഫ്ലെക്സ് ഷ്രിങ്ക്, ഫ്ലെക്സ് ബേസിസ്, ഫ്ലെക്സ് അലൈൻ സെൽഫ്. അതിൽ ഓർഡർ എന്നുള്ളത് നോക്കാം. ദ ഓർഡർ പ്രോപ്പർട്ടി സ്പെസിഫൈ ദ ഓർഡർ ഓഫ് ദ ഫ്ലെക്സ് ഐറ്റം. നമ്മൾ ഐറ്റത്തിൻ്റെ ഓർഡറിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ് ഓർഡർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. Okay, the first flex item in the code does not have appeared to as the first item in the layout. The order value must be a number. Default value is 0. ഇതും ആക്ച്വലി നമുക്ക് CSSലല്ല നമുക്കിത് കോഡ് ചെയ്ത് വെക്കേണ്ടി വരിക. അധികം ഇതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക ബാക്ക് എൻഡ് സൈഡിലാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ബാക്ക് എൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടേക്ക് എത്തുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ടേംസ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നും വേണ്ട. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുക ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പൈത്തൺ ബാക്ക് എൻഡ് വെച്ചിട്ടാണ്. ബാക്ക് എൻഡ് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ്, അതിനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ CSS വെച്ചിട്ട് വല്ലാണ്ട് കോംപ്ലക്സ് ലോജിക്കൊന്നും ആരും അങ്ങനെ എഴുതാറില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ കൊടുക്കുന്ന ഓർഡറിനനുസരിച്ച് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 2 1 3 ശരിക്കും 1 2 3 4 വരുന്നിടത്താണ് 4 2 1 3 വന്നിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ കാരണം എന്താണ്? ഓർഡറിനൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഓർഡർ ഇതിൻ്റെ ഓർഡർ 3ാമതായിരിക്കണം, ഇതിൻ്റെ ഓർഡർ 2ാമതായിരിക്കണം, ഓർഡർ 4ാമതായിരിക്കണം, ഓർഡർ 1 അപ്പം അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, ഇതിൻ്റെ ഒരു ഓർഡറിങ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അത്ര അതിൽ കാര്യമായിട്ട് പറയുന്നുള്ളൂ, വേറെ ഒന്നും ഇല്ല. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വന്നത് ഏതാണ്? 4 ആണ്. പിന്നെ വന്നിട്ടുള്ളത് 2 ആണ്. പിന്നെ വന്നിട്ടുള്ളത് 1, പിന്നെ 3. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ആൾട്ടർ ചെയ്ത് നോക്കാം. 1ഉം 4ഉം മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നത് ഏതാണ്? 3 ആണ്. പിന്നെ 2, 1, 4. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാൻ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം.
പിന്നെ ഫ്ലെക്സ് ഗ്രോ ഇത് അത്യാവശ്യം യൂസ് ചെയ്യാറുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. മുമ്പ് നമ്മൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചിരുന്നു, അതിൻ്റെ വാല്യൂ സ്ട്രെച്ച് ആക്കി കൊടുത്തപ്പോൾ ഡിഫോൾട്ടായിട്ട് സ്ട്രെച്ചിലാണ് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അത് കോളം വൈസ്, ഇത് റോ വൈസ് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഏകദേശം കൈൻഡ് ഓഫ് ആ പ്രോപ്പർട്ടിന് സിമിലർ ആയിട്ട് വരുന്നതാണ് ഇത്. ഇതിൽ ഫ്ലെക്സ് ഗ്രോ പ്രോപ്പർട്ടിക്ക് വരുന്ന വാല്യൂസ്, ഓക്കെ, ഫ്ലെക്സ് ഗ്രോ 1, 2 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലെക്സ് ഗ്രോ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ കൊടുക്കണമെന്നൊന്നുമില്ല, ഇത് ഇവിടെ നമ്മൾ എന്തായി ഇന്റേണൽ CSS ആയിട്ട് യൂസ് ചെയ്യുക. പക്ഷേ നമുക്ക് ഈ ഒരു ഇത്രയും പോർഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ബ്രാക്കറ്റും അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു നെയിമും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സിംഗിൾ ലൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഒരു യൂസേജ് എന്താണെന്ന് വെച്ചാൽ ഇതെപ്പോഴും ഇങ്ങനെ നിൽക്കും. എനിക്ക് മനസ്സിലാവുണ്ടോ അറിയില്ല, ഇതിൻ്റെ സൈസ് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് അതിൽ കൊടുത്തിട്ടുള്ള റേഷ്യോ ആണ് ഇത് പറയാം. ഓക്കെ, 1:1:8 ആ ഒരു റേഷ്യോയിൽ എന്ത് ചെയ്യും, ഇത് ഈക്വലി കട്ട് ചെയ്ത് വെക്കുന്നതാണ് പറയാം. ഓക്കെ, നമ്മൾ എത്ര ചെറുതാണെങ്കിലും ആ ഒരു റേഷ്യോ അവിടെ കീപ്പ് ചെയ്യുന്നുള്ളതാണ്. 1:1:8 എന്നുള്ള റേഷ്യോ കീപ്പ് ചെയ്യും. നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇവിടെ 2 ആക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇത് 1, ഇതും 1, ഇത് 2, അത് ഏകദേശം ഈ 2 ബ്ലോക്കും വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്പേസ് ആണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചാണ് അത് ഗ്രോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മൾ സൈസ് കൂടുന്നതിനനുസരിച്ചൊക്കെ ആ ഒരു റേഷ്യോ കീപ്പ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് 2 എണ്ണത്തിൻ്റെ ഇത് എടുത്ത് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പം എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇതിൻ്റെ എടുത്ത് റിമൂവ് ചെയ്ത് ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഇതിന് കാര്യമായിട്ട് സ്പേസ് ഒന്നുമില്ല, പകരം ബാക്കിയില്ല 2 എണ്ണം 1:2 എന്നുള്ള രീതിയിൽ എന്ത് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ആ ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, കംപ്ലീറ്റ് എന്തെടുത്ത് ഈ 3rd div എടുത്തിട്ടുണ്ട്. അത് 1 എടുത്താലും 2 എടുത്താലും 3 എടുത്താലും ഒക്കെ സെയിം റിസൾട്ടാണ് വരിക, കാരണം അതിന് കോമ്പറ്റേറ്റ് ചെയ്യാൻ വേറെ ആരും ഇല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് സെയിം ആയിട്ടാണ് നിൽക്കുക. ഇതാണ് ഫ്ലെക്സ് ഗ്രോൻ്റെ ഒരു ബിഹേവിയർ ഇങ്ങനെ വരുന്നത്. പിന്നെ ഇതിന് എന്ത് കൊടുത്തിട്ടില്ല, വിടുത്തൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ്. നമുക്ക് വിടുത്ത് കൊടുത്തു നോക്കാം. ഓക്കെ, വിടുത്ത് കൊടുത്തപ്പോൾ ആ വിടുത്ത് ആ ഒരു എലമെന്റ് എടുത്തു. ബാക്കിയുള്ള സ്പേസിൽ എന്ത് വന്നു, ആ 3 ബാക്കിയുള്ള സ്പേസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫ്ലെക്സ് ഗ്രോൻ്റെ ഒക്കെ ഒരു ബിഹേവിയർ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലെക്സ് ഗ്രോ എന്നുള്ളത് നടുക്ക് കൊണ്ടിട്ട് നോക്കാം. അപ്പം അങ്ങനെ വന്ന് സെൻറ്ററത്തെ സ്പേസ് കൂടുതൽ കൺസ്യൂം ചെയ്യും, ബാക്കി രണ്ടും ആ 2 സൈഡിൽ നിൽക്കും. ഓക്കെ, ഇതൊക്കെ ഒരു ലേഔട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലോജിക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്ക് ഈ ഒരു ഏരിയയിൽ. പിന്നെ വരുന്നത് ഫ്ലെക്സ്, ഷ്രിങ്ക്, ഇതൊന്നും വല്ലാണ്ട് യൂസേജ് കണ്ടിട്ടില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഓക്കെ, ഇത് ഷ്രിങ്ക് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. നോട്ട് ലെറ്റ് ദ 3rd ഫ്ലെക്സ് ഐറ്റം ഷ്രിങ്ക് ആസ് മച്ച് ആസ് ദ ലോവർ മച്ച് ആസ് ദ അതർ ഫ്ലെക്സ് ഐറ്റംസ്. മറ്റ് ഫ്ലെക്സ് ഐറ്റംസ് ഷ്രിങ്ക് ചെയ്യുന്ന പോലെ ഇതിനെ ഷ്രിങ്ക് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഫ്ലെക്സ് ഷ്രിങ്ക് 0 എന്ന് കൊടുത്തുകൊണ്ടാണ് അത് ഷ്രിങ്ക് ചെയ്യൂല എന്നുള്ളൊരു മീനിങ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വന്നാലും ഇത് ചെറുതാവരുത് അല്ലെങ്കിൽ ഷ്രിങ്ക് ആവരുത്, ബാക്കിയൊക്കെ ഷ്രിങ്ക് ആയാലും ഇത് ഷ്രിങ്ക് ആവരുത് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ കിടക്കുന്ന ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഓക്കെ, അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കണം, 0 സെറ്റ് ചെയ്യണം. ഡിഫോൾട്ടായിട്ട് 1 ആയിരിക്കും. 1 എന്താ വെച്ചാൽ ഷ്രിങ്ക് ആയിക്കോട്ടെ എന്നുള്ളതാണ്. 0 ആകുമ്പോൾ ഷ്രിങ്ക് ആവരുത്. ട്രൂ ഓർ ഫാൾസ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. 1 എന്ന് പറഞ്ഞാൽ ഓക്കെ ട്രൂ എന്നുള്ളതും 0 പറഞ്ഞാൽ ഫാൾസ് എന്നുള്ളതും. ഓക്കെ, പിന്നെ വരുന്നതാണ് ഫ്ലെക്സ് ബേസിസ് പ്രോപ്പർട്ടി. ദ ബേസിസ് പ്രോപ്പർട്ടി സ്പെസിഫൈ ദ ഇനീഷ്യൽ ലെങ്ത് ഓഫ് എ ഫ്ലെക്സ് ഐറ്റം. ഓക്കെ, നമ്മളൊരു ഫ്ലെക്സ് ഐറ്റത്തിൻ്റെ ഇനീഷ്യൽ ലെങ്ത്തിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്
ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്നത്. നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്ലെക്സ് ബേസിസ് എന്ന് പറഞ്ഞിട്ട് 200 px കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിലാണ് നിൽക്കുന്നത്? ഇനീഷ്യലി അത് 200 നിൽക്കുന്നുണ്ട്, പക്ഷെ അത് ഷ്രിങ്ക് ചെയ്യാൻ അലോ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് ചെറുതാവുന്നതിനനുസരിച്ച് അതും ചെറുതാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും ഒരു വല്ലാണ്ട് യൂസേജ് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയൊക്കെ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്. ഇവിടെ 100 കൊടുത്താൽ ഇനീഷ്യലി അത് 100 നിൽക്കുക, പിന്നെ ഷ്രിങ്കിങ് അലൗഡ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം ഏകദേശം 100 നിൽക്കുന്നത്, അതുകൊണ്ട് ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. അപ്പോൾ 300 കൊടുത്തു നോക്കാം. ഇനീഷ്യലി അത് 300 വന്നിട്ടുണ്ട്. ഷ്രിങ്ക് ചെയ്യുമ്പോൾ ഷ്രിങ്കിങ്ങും പോസിബിൾ ആവുന്നുണ്ട്. ഇത് നമ്മൾ ലേഔട്ട് ചെയ്യുമ്പോൾ നമുക്കിത് അത്ര ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി അല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നത് ദ ഫ്ലെക്സ് പ്രോപ്പർട്ടി. The flex property is a shorthand property for the flex grow, flex shrink, flex basis. നമ്മൾ മുന്നേ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് രണ്ട് പ്രോപ്പർട്ടി അറ്റ് എ ടൈം സ്പേസ് ഇട്ടിട്ട് എഴുതാൻ പറ്റും. റോവും അതുപോലെ തന്നെ റോ ആണോ കോളാണോ വേണ്ടത്, പിന്നെ അതുപോലെ വേറെ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അത് വെച്ച് ചെയ്യുന്ന ആ ഒരു സെയിം എഫക്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇവിടെയാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇത് മേക്ക് ദ തേർഡ് ഫ്ലെക്സ് ഐറ്റം നോട്ട് ഗ്രോവബിൾ 0. അതായത് തേർഡ് ഐറ്റത്തിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത് ഗ്രോ ചെയ്യേണ്ട എന്നുള്ളൊരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 0 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതാണ് അത് വർക്കായിട്ടുള്ളത്. പിന്നെ നോട്ട് ഷ്രിങ്കബിൾ, ഷ്രിങ്ക് ചെയ്യരുത് എന്നുള്ളത് കൊടുത്തു. അതാണ് ഇത് ഷ്രിങ്ക് ആവാതിരിക്കാൻ കാരണം അതാണ്. ഓക്കെ, പിന്നെ കൊടുത്തിട്ടുള്ളത് ഇനീഷ്യൽ ലെങ്ത്. അപ്പോൾ ഇനീഷ്യൽ ലെങ്ത് 200 വേണം എന്നുള്ള രീതിയിൽ അതും കൊടുത്ത്. ഇപ്പോൾ നമ്മളിത് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗ്രോ ചെയ്യും. അപ്പോൾ 0 ആയതുകൊണ്ട് അത് ഓക്കെ, ഗ്രോയും ഷ്രിങ്കും ഒരുമിച്ച് വർക്കാവില്ല. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോ ചെയ്യില്ല. എത്രയാണോ വാല്യൂ ആ വാല്യൂവിൽ അവിടെ നിൽക്കും. പിന്നെ ഷ്രിങ്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് ഷ്രിങ്ക് ആകുന്നില്ല. നേരെ മറിച്ച് ഇത് 1 കൊടുത്തിരുന്നെങ്കിൽ അത് എന്തായാലും ഷ്രിങ്ക് ആവും. ഓക്കെ, ഇതും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. കാര്യമായിട്ടൊന്നും യൂസ് ചെയ്യുന്നത് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പിന്നെ അലൈൻ, ഈ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊന്നും വല്ലാണ്ട് യൂസ് ചെയ്യില്ലാന്ന്. കാരണം ഒരാൾക്കും ഇതുപോലെ വെക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. വെബ്സൈറ്റ് നിങ്ങൾ ഏതെങ്കിലും ഇതൊക്കെ ഒരേ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ യൂസേജ് വളരെ റെയർ ആണ്. ഓക്കെ, സ്ക്രീന് കാണുന്നില്ല എല്ലാവർക്കും? ഹലോ, കാണുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. കാരണം ഓൾറെഡി ഷെയർ ചെയ്യുന്നുണ്ട്. കാണാത്തവരൊന്ന് എക്സിറ്റ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് രണ്ടാമതൊന്ന് കയറിയാൽ മതി മീറ്റിങ്ങിലേക്ക്. അപ്പൊ കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തോ? എന്തായാലും റെക്കോർഡിംഗ് ഉണ്ട്. ഇൻ കേസ് ഓക്കെ. അപ്പോൾ അടുത്ത വരുന്നത് അലൈൻ സെൽഫ് പ്രോപ്പർട്ടിയാണ്. എന്തായാലും മിസ്സായത് റെക്കോർഡിംഗ് ഒന്ന് ടേക്കപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ദ അലൈൻ സെൽഫ് എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് കൺവീനിയൻ്റ് അല്ല. അപ്പോൾ അതാരും ഇത് പ്രിഫർ ചെയ്യാനും പോകുന്നില്ല, വളരെ റെയറാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ടൈം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. The align self property specify the alignment of the selected item inside the flex box container. The align self property override the default alignment set by the container align items property. നമ്മൾ ഇതിൻ്റെയൊക്കെ പാരൻറ്റിലാണ് അലൈൻ ഐറ്റംസ് കൊടുക്കുക. അതിനെ ഓവർകം ചെയ്തിട്ട്
ആ ഒരു എലമെൻറ്റിന് മാത്രം ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അലൈൻ സെൽഫ് എന്നുള്ളൊരു പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ബൈ ഡിഫോൾട്ട് നമുക്ക് ഈ ഒരു അലൈൻ സെൽഫ് എന്നുള്ള സാധനം ഇതിൽ റിമൂവ് ചെയ്തിട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി നടക്കുന്നത്. ഓക്കെ, അത് നമ്മൾ അലൈൻ ഐറ്റംസ് ഇതിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇവിടെ ഇതിന് അലൈൻ ഡിഫോൾട്ട് വാല്യൂ ആണ് അവിടെ യൂസ് ചെയ്യുക. ഇതിൽ നമ്മൾ മൂന്നാമത്തേന് മാത്രം അലൈൻ സെൽഫ് എന്നുള്ളത് സെൻറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ച് സെൻറ്ററിൽ വന്നു എന്നുള്ളതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ, നമുക്കിത് കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇത് ഈ CSS ഒക്കെ അങ്ങനെയാണ്, നമ്മൾ ജസ്റ്റ് ഇതിനെ പരിചയപ്പെടുക എന്നുള്ളതാണ്. വേറെ നമുക്ക് അഡീഷണൽ ആയിട്ടൊന്നും ഇല്ല. അത് കുറേ ടൈപ്പ് സ്റ്റൈലിംഗ് ഉണ്ട്. ആ സ്റ്റൈലിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടിയും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ VS കോഡൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് സജഷൻസ് വരും. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് ആ സജഷൻ തന്നെ നമുക്ക് കിട്ടും. നിങ്ങളെ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എൻ്റെ കയ്യിൽ സജഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സജഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്നെ ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ആ ഒരു കേസ് കവർ ചെയ്യാം. ഓൾറെഡി VS കോഡ് സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞൊരു ടോപ്പിക്ക് കവർ ചെയ്തതാണ്. അതിലുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട എക്സ്റ്റൻഷൻസ് ഒക്കെ ആഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഉണ്ട്. പിന്നെ കുറേയൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, ഗൂഗിൾ ചെയ്യുക. ഇതൊക്കെ ഞാൻ എന്തിനാ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ലെവൽ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇത് നോക്കി വായിച്ച് മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ക്ലാസ്സോ കോഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. അപ്പോൾ സെൽഫായിട്ട് നിങ്ങളുടെ ഒരു ടൈം ഇതിനായിട്ട് മാറ്റി വെച്ചിട്ട് ഇതിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ടോപ്പിക്കൊക്കെ കവർ ചെയ്യുക. ഇതിവിടെ ഒരു സ്റ്റൈലിന് വെറുതെ കൊടുത്താലില്ല, അതൊക്കെ ഓരോ ടോപ്പിക്കുകളാണ്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിലേക്കാണ് പോകേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഉദ്ദേശ പൊസിഷനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത് നമ്മുടെ ഒരു വെബ് ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് HTML, CSS, JavaScript, പിന്നെ ഒരു ബാക്ക് എൻഡ് ടെക്നോളജി വേണം. പിന്നെ നമ്മൾ പൈത്തണും കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ HTML, CSS, JavaScript ഒക്കെ വെച്ച് ചെയ്യുന്നതാണ് റിയാക്ട്. പിന്നെ പൈത്തൺ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്, ജാങ്കോ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. ആ രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി പിന്നെ പറയുന്നത് CSS ഫ്ലെക്സ് ബോക്സ് ഐറ്റം പ്രോപ്പർട്ടീസ്. ഓക്കെ, പ്രോപ്പർട്ടിക്ക് വരുന്ന അതിൻ്റെ ഫ്ലെക്സ് ബോക്സിൻ്റെ പ്രോപ്പർട്ടീസൊക്കെയാണ് അലൈൻ സെൽഫ്, ഫ്ലെക്സ് ബേസിസ്, ഫ്ലെക്സ് ഗ്രോ, ഫ്ലെക്സ് ഷ്രിങ്ക്, ഓർഡർ. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ സഹിതം ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൂ. ഓക്കെ, മനസ്സിലാവാനൊക്കെ വളരെ സിമ്പിളായിട്ട് ഒരു ടോപ്പിക് കൊടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആവുക. ഇതെന്താണ് അലൈൻ സെൽഫ് എന്തിനാണ്, ഫ്ലെക്സ് എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ വരും. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത ടോപ്പിക്ക് CSS ഫ്ലെക്സ് റെസ്പോൺസീവ്. ഓക്കെ, നമ്മൾ യൂഷ്വലി നമ്മുടെ മൊബൈൽ ഡിവൈസസിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഒരു വ്യൂ നമുക്ക് നമ്മുടെ മൊബൈലിൽ പോസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനൊക്കെ ഷോർട്ട് ഹാൻഡ് ആക്കിയിട്ട് ഒരു മെനു എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരും. അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ലിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. കാരണം മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്യാൻ ഭയങ്കര സുഖമാണ്, നമുക്ക് വിസിബിലിറ്റി കുറവാണ്, വിഡ്ത്ത് കുറവല്ലേ. അപ്പം അത് കാരണം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിനൊക്കെ വ്യൂ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് ഞാൻ ഒന്ന് റീലോഡ് ചെയ്യാണ്. ഓക്കെ, ഇത് നമ്മൾ ഇതെന്തായിട്ടുണ്ട്, ആവശ്യാനുസരണം. ഓക്കെ, ഇത് സ്ക്രോളബിൾ വ്യൂ ആണ് അവിടെ ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ആക്ച്വലി ഇതിങ്ങനെ തന്നെ നമുക്ക് UI വെച്ച് നോക്കുമ്പോൾ തന്നെയാണ് ബെറ്റർ. കാരണം ഇതെല്ലാം താഴോട്ട് ലിസ്റ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ബോറിംഗ് ആയിരിക്കും. പക്ഷേ എന്നില്ലെങ്കിൽ ഇതുപോലെ മെനു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യാനുസരണം ലിസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രോളബിൾ ആക്കി മാറ്റാം. പക്ഷെ ഇതിപ്പോൾ സ്ക്രോളബിൾ ആണോ എന്ന് ഞാൻ വെറുതെ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു കുറവവിടെ ഉണ്ട്. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല എന്നുള്ള കേസ് അവിടെ വരും. യൂസർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയും അതിനെ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇവിടെ എന്തോ ക്ലിക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇൻഫർമേഷൻ വരും. ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, നമ്മുടെ സൈഡിലുണ്ടായിരുന്ന നാവിഗേഷൻ തന്നെയാണ് ഈ കിടക്കുന്നത്. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തപ്പോൾ അത് പോയി.
അതുപോലെ നമുക്ക് ഇതും ഇവിടെ ആണെങ്കിൽ ആ ഒരു ലെവലിൽ ചെയ്യാം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു വിസിബിലിറ്റി കിട്ടൂല എന്നുള്ളൂ. അപ്പോൾ രണ്ടും അതിൻ്റെതായ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് വെബിലുണ്ടായിരുന്ന ആ ഒരു മോഡൽ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ചും മാറ്റമൊന്നുമില്ല. ഓക്കെ, മെനു ഒക്കെ എന്തായിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഓൾഡ് മെനു അങ്ങനെ ആയിരുന്നു നോക്കാം. ഓക്കെ, ഇങ്ങനെ ഹൊറിസോണ്ടലി ലിസ്റ്റ് ചെയ്ത് പോയിക്കായിരുന്നു. ഈ റെസ്പോൺസീവ് ആയ സമയത്ത് എന്തായി, ഡ്രോപ്പ് ഡൗൺ നിന്ന് ചൂസ് ചെയ്യുന്ന രീതിയിലേക്ക് അവർ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം വായിക്കാൻ പറ്റും. നേരെ മറിച്ച് നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഡബിലിറ്റി കുറയും. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് റെസ്പോൺസീവിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് അങ്ങനെ വരിക. അല്ലാതെ ഓട്ടോമാറ്റിക് നമ്മൾ ബ്രൗസറിൽ റീസൈസ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നതല്ല. ഇതിനൊക്കെ പുറകിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് അങ്ങനെ വരുത്തുന്നത്. ഓക്കെ, തന്നെ ഇപ്പോൾ ഇതാണ് കാര്യമായിട്ട് ഇതിൽ പറയുന്നത്. ഇതിൽ നമ്മൾ CSS മീഡിയ ക്വറീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിലാണ് നമ്മൾ റെസ്പോൺസീവിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ പഠിക്കുക. ഓക്കെ, അത് നമ്മളെ ഈ ഒരു കോഴ്സിൽ കവർ ചെയ്യുന്നില്ല. അത് കാര്യമായിട്ടൊന്നുമില്ല. നമ്മളൊരു ഡിസൈൻ ചെയ്യും, ആ ഡിസൈന് മീഡിയ ക്വറിയിൽ കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതിങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അതിൻ്റെ അകത്ത് എഴുതുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഇപ്പോൾ ഈ പഠിക്കുന്ന ആ ഒരു ലെവലിൽ നിങ്ങളത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓവറാൾ വർക്കിംഗ് കിട്ടും. അതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്കൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു തരുന്നത്. ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും, ഈസി ആയിട്ട് കാണാൻ പറ്റും. നേരെ പക്ഷേ മൊബൈലാകുമ്പോൾ ഇതിന് ഇത്രയും വ്യൂ ഉണ്ടാവില്ല. മേ ബി നമുക്ക് ഈ ഒരു കംപ്ലീറ്റ്ലി കാണേണ്ട വ്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഓരോ റോ വൈസ് ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 എല്ലാം വിസിബിലിറ്റി കിട്ടും ചെയ്യും. സ്ക്രോൾ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഫ്ലെക്സ് റെസ്പോൺസീവ് എന്ന് പറയുന്നത്. പിന്നെ സിമ്പിളായിട്ട് നമുക്ക് റെസ്പോൺസീവ് ആക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മീഡിയ ക്വറി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, മീഡിയ വിഡ്ത്ത് 800px എന്ന് പറയുമ്പോൾ 800px വരേക്കും ഇതിൻ്റെ ഫ്ലെക്സ് ഡയറക്ഷൻ എന്തായിരിക്കണം, കോളം ആയിരിക്കണം. ഓക്കെ, ഇതിപ്പോൾ നമ്മളെന്താണ് 800pxൻ്റെ മേലുണ്ട്. അപ്പോൾ എന്തായി, കോളായി. ഓക്കെ, അതിനൊക്കെ ചെറുതായപ്പോൾ എന്ത് സംഭവിച്ച്, അത് റോ ആയി മാറി. ഓക്കെ, ഡിഫോൾട്ടായിട്ട് നമുക്ക് ഫ്ലെക്സ് ഡയറക്ഷൻ എന്തായിരിക്കും, അതിൻ്റെ വാല്യൂ റോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അവിടെ ഫ്ലെക്സ് ഡയറക്ഷൻ റോ മേ ബി ഇവിടെ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിലും മേ ബി അത് വർക്കാവും. ഓക്കെ, നമ്മളിത് തിരിഞ്ഞു പോയി. Resize the browser window to see the direction changes when the screen size is 800px wide or smaller. 800px ആവുന്ന സമയത്ത് അതിനേക്കാൾ വൈഡോ അല്ലെങ്കിൽ ചെറുതോ ആവുന്ന സമയത്ത് നമ്മളത് സ്ക്രീന് ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കണ്ട എക്സാമ്പിൾ പോലെ തന്നെ, അതായത് നമ്മളെ വിൻഡോൻ്റെ സൈസ് ചെറുതാവുന്നതിനനുസരിച്ച് നമുക്ക് റെസ്പോൺസീവ് ആക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മീഡിയ ക്വറി എന്നുള്ളത്. അതിലൊക്കെ ഫ്ലെക്സ് വെച്ചിട്ട് നമുക്കൊന്നുമില്ല, ജസ്റ്റ് ഫ്ലെക്സ് ഡയറക്ഷൻ അങ്ങോട്ട് ചേഞ്ച് ചെയ്താൽ മതി. ഇനീഷ്യലി അതിൻ്റെ ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് കിടക്കുന്നത് ഇവിടെ എന്താണ്, റോ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് നമ്മൾ ചെറുതാക്കുന്നതിനനുസരിച്ച് കോളായിട്ടാണ് വരും. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. മേ ബി നമുക്ക് എന്തെങ്കിലും ഡെപ്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇമേജസ് ഒക്കെ നോക്കാം. ഇത് നമുക്കൊരു ഒരു ലാപ്ടോപ്പിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുന്നതാണ് ബെറ്റർ. പക്ഷെ നമുക്ക് മൊബൈൽ ഡിവൈസസിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ കാണുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്, ഈ ഫ്ലെക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇതിൽ മെയിനായിട്ട് അവർ മാറ്റിയേക്കുക ഫ്ലെക്സ് ഡയറക്ഷൻ മാറ്റിയിട്ടുണ്ടാവും. അല്ല, ഫ്ലെക്സിൻ്റെ ടോട്ടൽ ഇതാണ് കൊടുത്തിട്ടുള്ളത്. പെർസെൻറ്റേജിൽ ഫ്ലെക്സിനെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ. ഓക്കെ, മാക്സിമം കൊടുത്തും പെർസെൻറ്റേജിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു ടൈം, അതായത് റിസൾട്ട് സൈസ് നമ്മുടെ മാക്സിമം കൊടുത്ത് കുറയുന്നതിനനുസരിച്ച് ഇതിൽ പ്രോപ്പർട്ടി മാറുകയാണ് ചെയ്യുക. അത് ശരിക്കും ഒരു സ്വിച്ച് പോലെയാണ് വർക്ക് ചെയ്യുക. ഒരു സമയത്ത് ഈ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ വർക്ക് ചെയ്യും.
ഈ കണ്ടീഷൻ ഫാൾസ് ആയിട്ട് ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ ഇതിനനുസരിച്ച് വർക്ക് ചെയ്യും. ഇത് രണ്ടും ഫാൾസ് ആണെങ്കിൽ ഇതിലുള്ളതിനനുസരിച്ച് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഈ കോളം എന്നുള്ളതാണ് ഇപ്പോൾ മാറുന്നത് മെയിനായിട്ട്. ഇത് നോക്കിയാൽ മതി. ഡോട്ട് കോളം എന്നുള്ള ക്ലാസ്സിനാണ് ചേഞ്ചസ് വരുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ആവശ്യമുള്ളൊരു ടോപ്പിക് തന്നെയാണ്. പക്ഷെ നമുക്ക് വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കുറച്ചധികം ഇതിൽ കാര്യങ്ങൾ പറയാനുണ്ട്. റെസ്പോൺസീവ് ആക്കി ചെക്ക് ചെയ്യുമ്പോൾ നമ്മളിത് മാത്രം നോക്കിയിട്ടൊന്നും കാര്യമില്ല. കുറേ കാര്യങ്ങൾ ടോപ്പിക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ മീഡിയ ക്വറി, ഫ്ലെക്സിൻ്റെ മെയിനായിട്ട് ലേഔട്ട് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. മീഡിയ ക്വറിയൊക്കെ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ആ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ജാവാസ്ക്രിപ്റ്റും പ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ എത്തേണ്ടതുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതവരൊരു റെസ്പോൺസീവ് വെബ്സൈറ്റ് യൂസിങ് ഫ്ലെക്സ് ബോക്സ് വെച്ചിട്ട് ഒരു റെസ്പോൺസീവ് വെബ്സൈറ്റിൻ്റെ ഒരു രൂപം തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളടുത്ത് പ്രൊഫൈലൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ ഫ്ലെക്സ് ബോക്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്നും കൂടെ നല്ല കളർഫുള്ളാക്കി മാറ്റാം. ഓക്കെ, എബൌട്ട് മീ, ഫോട്ടോ ഓഫ് മീ, ഇമേജ് അവിടെ കൊടുക്കുക. എന്തെങ്കിലും വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. നിങ്ങളുടെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക. എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാർ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യുക. കുറച്ച് സോഷ്യൽ മീഡിയ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കുക. ഇതിനൊക്കെ ഓപ്ഷൻസ് തരുന്ന രീതിയിലുള്ളൊരു നല്ലൊരു ലേഔട്ടാണ്. ഇവിടെ ജസ്റ്റ് നമുക്കത് കോഡ് ഫുൾ അവൈലബിൾ ആണ്. നിങ്ങളിത് ഇങ്ങനെ കോപ്പി അടിച്ച് വെക്കരുത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും പഠിയില്ല. നിങ്ങളെന്ത് ചെയ്യുക, ഇത് കോപ്പി അടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഈ കോഡിനെ കംപ്ലീറ്റ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇതിലെല്ലാം ഓൾമോസ്റ്റ് പ്രോപ്പർട്ടീസ് എന്താണ് നമ്മൾ പഠിച്ച കാര്യം തന്നെയായിരിക്കും. നിങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്നും ബോധർ ചെയ്യണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ CSS സ്പേസ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് വെറുതെ ഗൂഗിൾ ചെയ്താൽ തന്നെ അതിൻ്റെ റിലേറ്റഡ് ടോപ്പിക് വരും. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുക. ഈ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്താണെന്നൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് ഇങ്ങനെ രണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഇത് വർക്കൗട്ട് ചെയ്ത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ അടുത്ത് ഒഴിവാക്കി അതിനെന്ത് വന്ന് താഴെ ഒരു അണ്ടർലൈന് പോയി. അങ്ങനെ കുറച്ച് ചെറിയ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഇതെല്ലാം കവർ ചെയ്ത് നിന്നാൽ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, എല്ലാം കവർ ചെയ്ത് എത്തൂല. ഒന്നാമത് അതാണ്. അപ്പോൾ അത് ഒരു ഫ്ലെക്സ് വെച്ചിട്ട് എന്താക്കി വെച്ചിട്ടുള്ള ഇതാണ്, ഒരു റെസ്പോൺസീവ് ആക്കി വെച്ചിട്ടുള്ള ഒരു ലേഔട്ടാണ്. അത്യാവശ്യം ബ്രേക്കൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ വൃത്തിയിൽ വെക്കുന്നുണ്ട്. ഈ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഒരു മെനു ബട്ടനൊക്കെ കൊടുത്ത് ഇതുപോലത്തെ ബട്ടനൊക്കെ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആവശ്യാനുസരണം താഴേക്ക് വരുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ലിങ്ക് ജസ്റ്റ് ഐക്കൺസൊക്കെ കൊടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഐക്കൺ 4 ഐക്കൺ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലേഔട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യണം. ഗ്രിഡ്, ഫ്ലെക്സ് എന്നൊക്കെ പറഞ്ഞ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലെ ഫ്ലെക്സ് ആണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് പൊസിഷനാണ്. പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ഐറ്റം കണ്ടോ, ഇതിപ്പോൾ ഈ ഒരു വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഭവമല്ല. ഇത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, ആക്ച്വലി പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ഇവിടെ വെക്കാം, ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി വെക്കാം. ഈ ഒരു സെയിം സംഭവം നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി അല്ലെങ്കിൽ നമുക്ക് CSS വഴി ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യാനുസരണം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അതിനൊക്കെ ജാവാസ്ക്രിപ്റ്റ് വഴി ചെയ്ത് കഴിഞ്ഞാലും സംഭവം പോസിബിൾ ആണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിലേക്കാണ് ഇനി നെക്സ്റ്റ് കടക്കാൻ പോകുന്നത്, CSS പൊസിഷൻസ്. അത് സെർച്ച് ചെയ്ത് നോക്കട്ടെ.
ഇതാണ് നമ്മുടെ പൊസിഷൻ എന്നുള്ള പ്രോപ്പർട്ടി. ജസ്റ്റ് POSITION എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പൊസിഷൻ എന്നാണ് എഴുതുന്നത്. അതിൻ്റെ വരാവുന്ന പോസിബിൾ വാല്യൂസ് ആണ് സ്റ്റാറ്റിക്, റിലേറ്റീവ്, ഫിക്സഡ്, അബ്സൊല്യൂട്ട്, സ്റ്റിക്കി. ഓക്കെ, അപ്പോൾ പൊസിഷൻ കൊടുത്തിട്ട് സ്റ്റാറ്റിക് കൊടുക്കാം, പൊസിഷൻ കൊടുത്തിട്ട് റിലേറ്റീവ് കൊടുക്കാം, ഫിക്സഡ് കൊടുക്കാം, അബ്സൊല്യൂട്ട് കൊടുക്കാം, സ്റ്റിക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഓരോ പ്രോപ്പർട്ടി എന്താ ജസ്റ്റ് നമുക്ക് ഗോ ത്രൂ ചെയ്യാം. പൊസിഷൻ സ്റ്റാറ്റിക്. HTML elements are positioned static by default. By default ഇപ്പോൾ HTML elements ഒക്കെ എന്താണ്, സ്റ്റാറ്റിക് ആണെന്നാണ് പറയുന്നത്. അതായത് പൊസിഷൻ സ്റ്റാറ്റിക് എന്നുള്ളൊരു പ്രോപ്പർട്ടി ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആൻ എലമെന്റ് വിത്ത് പൊസിഷൻ സ്റ്റാറ്റിക് ഈസ് നോട്ട് പൊസിഷൻഡ് അറ്റ് എനി സ്പെഷ്യൽ വേ, ഇറ്റ് ഈസ് ആൾവേസ് പൊസിഷൻഡ് അക്കോർഡിംഗ് ടു ദ നോർമൽ ഫ്ലോ ഓഫ് ദ പേജ്. നമ്മളിത് സ്റ്റാറ്റിക് കൊടുത്തിട്ട് മാറ്റമൊന്നും കാണാനില്ല എന്ന് പറഞ്ഞതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ബൈ ഡിഫോൾട്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പൊസിഷൻ റിലേറ്റീവ്. An element with position relative is positioned relative to its normal position. അതായത് നമ്മുടെ ഇത് നമുക്ക് കുറച്ച് മനസ്സിലാക്കാനുണ്ട്. നമുക്ക് നേരെ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നടക്കുന്നത് an element with position relative is positioned relative to its normal position. ഇതിൻ്റെ നോർമൽ പൊസിഷനെ, ഇതാണ് ഇതിൻ്റെ നോർമൽ പൊസിഷൻ എന്ന് പറയുന്നത്. അതിനെ അനുസരിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇപ്പം ബൈ ഡിഫോൾട്ട് ലെഫ്റ്റ് 30 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണിക്കുന്നത്. പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുത്തിട്ട് ലെഫ്റ്റ് 30 കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് 30 എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ബൈ ഡിഫോൾട്ട് ഇത് ഇവിടെ വന്നിരുന്നത് ലെഫ്റ്റ് 30 എന്ന് കൊടുത്തപ്പോൾ സംഭവിച്ചത് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പൊസിഷനെ ബേസ് ചെയ്തിട്ട് ലെഫ്റ്റ് 30 എന്ന് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ച്, ആ ഇത്ര സ്പേസ് ഇത് ഇങ്ങോട്ട് കയറി വന്നു. അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ നമുക്ക് വേറെ ടോപ്പിക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊസിഷൻ ഫിക്സ്ഡ് വരുന്നുണ്ട്. ഫിക്സ്ഡ് പറയുന്നത് relative to the viewport, which means it always stays in the same place even if the page is scrolled top, right, bottom and left. Property are used to position the element. A fixed element does not leave gap in the page where it normally are located. Okay, ഇവിടെ ഒരാളെ കാണുന്നത് കണ്ടില്ലേ, ഇതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബ്രൗസർ സ്ക്രോൾ ചെയ്താലും എന്ത് ചെയ്താലും അതിനെന്ത് പറ്റില്ല, അതിനൊരു എഫക്റ്റും ഉണ്ടാവില്ല, അത് അവിടെ തന്നെ നിൽക്കും. നമ്മൾ പല ബ്രൗസറിലും കണ്ടിട്ടുണ്ടാവും കോണ്ടാക്റ്റസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഒരു ഓപ്ഷൻ. അതൊക്കെ നമുക്ക് പൊസിഷൻ ഫിക്സ്ഡ് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിടക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇതിനെ ഈ ബോട്ടം 0, റൈറ്റ് 0 എന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് താഴെ വന്ന് നിൽക്കുന്നത്. നേരെ മറിച്ച് ബോട്ടം ഇല്ല ടോപ്പാണ് 0 കൊടുക്കുന്നുണ്ടെങ്കിൽ ടോപ്പിൽ വന്ന് നിന്ന്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പാഡിങ് കൊടുത്തു നോക്കാം. കുറച്ച് മാർജിനും കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വിട്ട് നിന്നു. ഇതുപോലെയൊക്കെ നിങ്ങൾ പല വെബ്സൈറ്റിലും കണ്ടിട്ടുണ്ടാവും. അതൊക്കെ അച്ചീവ് ചെയ്യുന്നത് ഈ പൊസിഷൻ ഫിക്സഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോയി വെക്കാം. അതിനനുസരിച്ച് ടോപ്പും ബോട്ടം എന്ന് പറഞ്ഞ വാല്യൂസ് ഒക്കെ വരുന്നുണ്ട്. ടോപ്പ് -10 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് പോകും. നേരെ തിരിഞ്ഞാവുന്നത്. ടോപ്പ് 10 10ഉം -10ഉം കൊടുത്തപ്പോഴൊക്കെ സെയിം എഫക്റ്റ് ആണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അതിൻ്റെ വാല്യൂ കൊടുക്കുന്ന ഭാഗം ഒന്നും കൂടെ ഒന്ന് റെഫർ ചെയ്യാം.
ഓക്കെ, നമ്മൾ CSSൽ ഓൾറെഡി ടോപ്പ് റൈറ്റ് ബോട്ടം ലെഫ്റ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ആ പൊസിഷൻ അത് കൊടുക്കുന്നതിന് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇതിലെ എലമെൻറ്റിൻ്റെ പൊസിഷനിങ് ചേഞ്ച് ആവുക എന്നുള്ളതാണ് പറയുന്നത്. മേ ബി മുന്നേ ഇവിടെ കവർ ചെയ്തിട്ടുണ്ടാവും, നമ്മളത് എടുത്ത് പോയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ബോട്ടം 0 റൈറ്റ് 0 എന്ന് ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു വ്യൂ പോർട്ട് എന്ന് പറയുന്നത് ഈ വ്യൂ ചെയ്യുന്ന ഇത്രയും പോർഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ ബോട്ടത്തിൽ നിന്ന് 0 റൈറ്റിൽ നിന്ന് 0 എന്ന് പറയുന്നതാണ് ആക്ച്വലി ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെ വരാൻ കാരണം. നമ്മൾ ടോപ്പ് 0 റൈറ്റ് 0 പറയുമ്പോൾ ഇവിടെ വരും. അതുപോലെ തന്നെ ടോപ്പ് 0 ലെഫ്റ്റ് 0 പറയുമ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഏരിയയിലാണ് വരിക. ആണെങ്കിൽ അതൊന്ന് നോക്കാം. ഓക്കെ, ബോട്ടം കൊടുത്താൽ അവിടെ വരും. പിന്നെ സെൻട്രലാക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട്. പിന്നെ നമ്മളാരും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും സെൻട്രൽ അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത സംഭവങ്ങളാണ്. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക, പൊസിഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എവിടെ വേണമെങ്കിലും ഈ ഒരു എലമെൻറ്റിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ്, അത് വേറെ ഡിവിനെയും വേറെ ഇതിനൊന്നും പാരൻ്റ് ആയിട്ടുള്ളതിനൊന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിലും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് പൊസിഷൻ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. പൊസിഷനിൽ അബ്സല്യൂട്ട് എന്നുള്ളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ്. ഈസ് പൊസിഷൻഡ് റിലേറ്റീവ് ടു ദ നിയറസ്റ്റ് പൊസിഷൻഡ് ആൻസിസ്റ്റേഴ്സ് ഇൻസ്റ്റഡ് ഓഫ് പൊസിഷൻഡ് റിലേറ്റീവ് ടു ദ വ്യൂ പോർട്ട് ലൈക്ക് ഫിക്സ്ഡ്. ഫിക്സ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, നമ്മുടെ എൻ്റയർ വ്യൂ പോർട്ടിൻ്റെ ഒരു പൊസിഷനിലാണ് കൊണ്ടുപോയി നിൽക്കുന്നുണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഉള്ളിൽ കൊടുക്കുന്ന എലമെൻറ്റ് അതിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. അതായത് ഇതൊരു ഡിവ് ആണ്, ആ ഡിവിൻ്റെ അകത്ത് വരുന്ന വേറെ ഡിവാണ് ഇത്. ഓക്കെ, ഇതിനെ നമ്മൾ പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുത്തു. ഇതിനെ എന്നിട്ട് പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്താൽ ഈ ഡിവിൻ്റെ അകത്താണ് ഇത് പൊസിഷൻ ചെയ്യപ്പെടുക. നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഒരു ആ ഡിവിനൊരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആ ഗ്രീൻ ബോർഡർ, ഫസ്റ്റ് മെയിൻ പാരൻ്റ് ഡിവ് എന്ന് പറഞ്ഞ ഇതാണ്. ഇതതിൻ്റെ ഉള്ളിലുള്ള ഈ ചെറിയ ഡിവാണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഇതിൽ അബ്സല്യൂട്ട് എന്നുള്ളൊരു വാല്യൂ, ഈ റിലേറ്റീവ് എന്നുള്ളൊരു വാല്യൂ കൊടുത്തുകൊണ്ടാണ് ഇത് ഇതിനകത്ത് നിൽക്കുന്നത്. നമുക്ക് അത് ഒഴിവാക്കി നോക്കാം. അപ്പം അതിൽ നിന്ന് എന്തായി, അത് പുറത്ത് ചാടിയിട്ടുണ്ട്. ടോപ്പ് 80px, ടോപ്പിൽ നിന്ന് 80px ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് 0, റൈറ്റിൽ നിന്ന് 0 ഗ്യാപ്പ് ഇട്ട് നിർത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കൊടുത്തതിൻ്റെ ഒരു ഇവിടെ മൈനസ് കൊടുത്ത് നോക്കട്ടെ. ഓക്കെ, നേരത്തെ നമ്മൾ ഇവിടെ ഈ px മെൻഷൻ ചെയ്തിരുന്നില്ല, അതുകൊണ്ടാണ് ആക്ച്വലി അത് ആ ഒരു പൊസിഷനിൽ നിന്ന് മാറാതെ അവിടെ നിന്നിരുന്നത്. നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് ചിലത് ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വഴി അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന ഒരു ഇതാണ്. നമുക്ക് -8 800 കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കാണില്ല. ഓക്കെ, പിന്നെ ആവശ്യാനുസരണം അതിങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് അതവിടെ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ഓപ്ഷൻസ് ഇതിലുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ളത് റിലേറ്റീവ് എന്ന് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഡിവിനെ അനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ആവുക. ഇനി നമുക്കിവിടെ -10 കൊടുത്ത് നോക്കാം. ഇതുണ്ടോ, ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകും. അപ്പോൾ ഇത് ഇത്രയാണ് അതിൽ വരുന്നത്, അത് മനസ്സിലാക്കുക. ഒരു ഡിവ് ഉണ്ട്, ആ ഡിവിന് പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുത്തു. പിന്നെ അതിനകത്തുള്ള ഒരു ഡിവിന് അബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ചെയ്യുന്ന പൊസിഷനിങ് ഒക്കെ ആ ഒരു ഡിവിൻ്റെ ഉള്ളിലാണ് അത് നിൽക്കുന്നുണ്ടാവുക, പുറത്തോട്ട് വരില്ല. നേരെ മറിച്ച് ഇവിടെ അബ്സല്യൂട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ നിൽക്കേണ്ടതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, അത് താഴെ ഇവിടെ വന്നതെന്നുള്ളൂ. ടോപ്പ് 0 കൊടുത്ത് നോക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ താഴെ വന്നു, പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇതാണ് റിലേറ്റീവും അബ്സല്യൂട്ടും ഉള്ളൊരു റിലേഷൻ ഇങ്ങനെ വരുന്നത്. പിന്നെ വരുന്നത് പൊസിഷൻ സ്റ്റിക്കി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്.
ഇതും നമ്മൾ അധികം യൂസ് ചെയ്യാറുണ്ട്. നമ്മളെ ഈ ബ്രൗസറിലൊക്കെ ഈ കിടക്കുന്ന ഈ സംഭവം സ്ക്രോൾ ചെയ്യുമ്പോൾ അതിനൊരു അനക്കം പറ്റുന്നില്ല. ഓക്കെ, അത് സ്റ്റിക്കായിട്ട് നിൽക്കുകയാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുക. സ്റ്റിക്കി, അതവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഫിക്സഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി സ്റ്റിക്കി എന്ന് പറയുമ്പോൾ ആ ഒരു അതിൻ്റെ ഒരു ടൈം വരുമ്പോൾ മാത്രമാണ് അത് അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കുക. ഓക്കെ, അല്ലാത്ത സമയത്ത് അത് അതിൻ്റെ കൂടെ എന്താവുന്നുണ്ട്, സ്ക്രോൾ ആവും. അപ്പം ഇതിൻ്റെ ട്രൈ ടു യുവർ സെൽഫ് നോക്കാം. നമുക്ക് ഓക്കെ സ്ക്രോൾ ചെയ്യാനുണ്ട്. സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടല്ലോ ഐ ആം സ്റ്റിക്കി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ എയിം. പിന്നെ വരുന്നത് നമുക്കിതിനെ പൊസിഷൻ ചെയ്യാം. ഒരു ഇമാജിനെ പല രീതിയിൽ പൊസിഷൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. ടോപ്പ് ലെഫ്റ്റിൻ്റെ എക്സാമ്പിളാണിത്. ഒരു ഇമാജിൻ്റെ മുകളിൽ ഒരു ഡിവ് കൊണ്ടുവന്ന് വിടുന്നതാണിത്. ഓക്കെ, അതിനെ ടോപ്പ് ലെഫ്റ്റ് ആക്കുക എന്നുണ്ടെങ്കിൽ പൊസിഷൻ അബ്സല്യൂട്ട് പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുന്നത് എന്തിനാ, ഈ ഡിവിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ടോപ്പ് 8 ലെഫ്റ്റ് 16 കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ച് അവിടെ സ്പേസ് കൺസ്യൂം ചെയ്തിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇത് രണ്ടും 0 കൊടുത്തിട്ട് മാർജിന് സെറ്റ് ചെയ്താലും അതുപോലെ വരുന്നതാണ്. ഓക്കെ, പല വഴികളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇത് ടോപ്പ് റൈറ്റ്, ബോട്ടം റൈറ്റ്, ബോട്ടം ലെഫ്റ്റ് ഇതൊക്കെ നോക്കിയതാണ്. സെൻറ്റർ മിക്കവാറും പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ ടോപ്പ് എന്ന് പറയുന്നത് 50%. അപ്പോൾ ഇതിൻ്റെ ഒരു 50% അവിടെ നിൽക്കുക എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. വിടുത്ത് എന്ന് പറഞ്ഞാൽ 100% ആണ്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുമില്ല രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വാല്യൂസിൽ ചേഞ്ച് വരുത്തി നോക്കാം. ചേഞ്ച് വരുത്തുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട്. ഇവിടുത്തെ 10% എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. 40% കൊടുത്ത് നോക്കാം, 50% കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി വരുന്നത് സെൻറ്റർ ആയതുകൊണ്ട് പിന്നെ 100 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 100% കൊടുത്തപ്പോഴാണ് ഇത് ഈ ഒരു രീതിയിൽ വന്നു നിന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എത്ര റീസൈസ് ചെയ്താലും ആ ഒരു ഇത് അതിൻ്റെ സെൻറ്ററിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ടോപ്പ് 50 കൊടുത്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് അത്ര അക്യുറേറ്റ് അല്ല. ഓക്കെ, കുറച്ചും കൂടെ താഴോട്ട് വന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ പൊസിഷൻ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ്. പിന്നെ അധികം എക്സാമ്പിൾസ് ഇതൊക്കെയാണ് അതിന് വരുന്ന CSSൻ്റെ പൊസിഷനിങ് പ്രോപ്പർട്ടീസിൽ വരുന്ന വാല്യൂസ്. അതിൻ്റെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസൊക്കെയാണ്. ഇപ്പോൾ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബോട്ടം, ലെഫ്റ്റ് പൊസിഷൻ, റൈറ്റ്, ടോപ്പ് എന്നൊക്കെ കൊടുക്കാം. അതുപോലെ ക്ലിപ്പും ഉണ്ട്. ക്ലിപ്സ് ആൻഡ് അബ്സല്യൂട്ട്ലി പൊസിഷൻഡ് എലമെൻറ്റ് നമ്മളിതിൽ ടോപ്പിക്കിൽ കവർ ചെയ്തോ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതിൽ പറഞ്ഞിട്ടില്ല. ക്ലിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് യൂഷ്വലി അത് മേ ബി കട്ട് ചെയ്ത് ഒഴിവാക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, നമുക്കത് പിന്നീട് ആവശ്യം വരുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ CSS പൊസിഷനിങ് ഇത്ര ഇതിൽ പറയാനുള്ളൂ. പിന്നെ കുറേ ഉണ്ട്. ഫ്ലോട്ടൊക്കെ ഉണ്ട്. ഫ്ലോട്ടൊന്നും അല്ലാണ്ട് യൂസേജ് കണ്ടിട്ടില്ല. Z ഇൻഡെക്സ് ഉണ്ട്. Z ഇൻഡെക്സും എന്തിനാ വെച്ചാൽ നമ്മൾ ലെയേഴ്സ് ഇതൊക്കെ ആക്ച്വലി ഓരോ ലെയറിൻ്റെ മേലെ ഇങ്ങനെ വെക്കുന്ന ഒരു രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ Z ഇൻഡെക്സ് ഒരു 1000 കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ അത് വന്ന് നിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ കാർഡുകളൊക്കെ അട്ടിക്ക് വെക്കുമ്പോൾ അതിൽ ഒരു കാർഡ് നമുക്ക് ടോപ്പിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ കാർഡിൻ്റെ Z ഇൻഡെക്സ് എല്ലാ കാർഡിനേക്കാളും മുകളിൽ വരുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ Z ഇൻഡെക്സ് കുറച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ വന്ന് നിൽക്കും. അങ്ങനെ ഒരു കൺസെപ്റ്റാണ്. പിന്നെ കുറേയൊക്കെ സ്റ്റൈൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്.
അതൊക്കെ യൂണിറ്റ്സ് ഇത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതാണ് PX, REM അങ്ങനെ കുറച്ച് യൂണിറ്റ്സ് വരുന്നുണ്ട്. അതൊക്കെ നോക്കണം. ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് നോക്കണം. ഇമ്പോർട്ടൻ്റ് കൊടുത്താൽ എന്താ, കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണെന്നുള്ളതൊക്കെ നോക്കുക. പിന്നെ മാത്ത് ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ യൂസേജ് മെയിൻലി അത് ജാവാസ്ക്രിപ്റ്റിലാണ് നമ്മൾ ചെയ്യുക. പക്ഷെ അത് നോക്കിയാൽ ബെറ്റർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ CSS ഇതോടെ കൂടെ ഏകദേശം സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഈ പൊസിഷൻ റിലേറ്റഡ് ഞാൻ ടാസ്ക് എന്തായാലും തരാം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലെക്സിൽ നമ്മൾ എന്ത് പഠിച്ച് ലാസ്റ്റ് പ്രൊഫൈൽ ചെയ്യുന്നതിൻ്റെ ഒരു ഏകദേശം ടെംപ്ലേറ്റ് പോലെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ആ ഒരു ടാസ്കും ഞാൻ അഡീഷണൽ ആയിട്ട് തരാം. പിന്നെ നമ്മൾ തരുന്ന ടാസ്ക് മാക്സിമം കവർ ചെയ്ത് പോരണം. എന്നാലും നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ നിൽക്കുള്ളൂ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമുക്ക് ഒരുവിധം വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെ ഇതിനെങ്ങനെ ഈ കളർ കൊടുക്കുക, പിന്നെ ആ കളർ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഷാഡോ വെച്ചിട്ടുള്ളൊരു ടാസ്ക് ഞാൻ നിങ്ങൾക്ക് തരാം. ഷാഡോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നല്ലൊരു സ്റ്റൈലൊക്കെ വെച്ച് നമുക്കൊരു ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷാഡോ മസ്റ്റാണ്. ഈ ഒരു ഇതിൽ ഷാഡോ ഒന്നും ഇല്ല എന്നുള്ളൂ. പക്ഷെ എന്നാലും ഷാഡോ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ വരുത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഏകദേശം ഏരിയ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ലെവലിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഹോവർ ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞതാണ്. ജസ്റ്റ് കോളൻ ഹോവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കളറിനെ ആൾട്ടർ ചെയ്യാൻ പറ്റും. ആ ഒരു പോർഷനാണ് ഇത്. അത് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. കുറേയൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് ഞാൻ ഓരോ ടാസ്ക് തരുമ്പോഴും അതിൽ ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സ്റ്റൈൽ നിങ്ങളേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ അപ്പോഴേ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യാം, എനിക്കിത് ഒന്നും കൂടെ കളർഫുൾ ആക്കണം എന്നുള്ളൊരു കേസ് നിങ്ങൾക്ക് വരുള്ളൂ. ഓക്കെ, നമുക്ക് ഇത്രയും പറഞ്ഞ് കൂടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.